ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2022 റിലീസായ ഹൊറർ ത്രില്ലർ മൂവി സ്മൈലാണ്. ന്യൂയോർക്ക് സിറ്റിയിലെ സൈക്യാട്രിക് ഹോസ്പിറ്റലിലെ ഫേമസ് ഡോക്ടറാണ് ഡോക്ടർ റോസ് കോൾട്ടർ. സൈക്യാട്രിക് പേഷ്യൻ്റായ ഡോക്ടറിൻ്റെ അമ്മ കുഞ്ഞിലെ സൂസൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഓർമ്മയ്ക്കായി ഡോക്ടർ ഇപ്പോഴും ഹോസ്പിറ്റലിൽ ഫ്രീ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡോക്ടർ ഒരു ദിവസം ഒരു പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യാനായി അവളുടെ റൂമിലെത്തുന്നത്. എന്നാൽ അവൾ ഡോക്ടറിന്റെ മുന്നിൽ വെച്ച് തന്നെ സൂസൈഡ് ചെയ്യും. എന്നാൽ അതിനുശേഷം അവളുടെ ആത്മാവ് ഒരു ശാപം പോലെ ഡോക്ടറിനെ പിന്തുടരും. അപ്പോൾ നമുക്ക് സമയം കളയാതെ കഥയിലേക്ക് പോയാൽ, റോസ് എന്നത്തെയും പോലെ തന്റെ ഡ്യൂട്ടി കഴിഞ്ഞ് പോകാൻ നേരമാണ് ഹെഡ് നഴ്സ് പറയുന്നത്, മാഡം ഒരു പേഷ്യന്റ് കൂടിയുണ്ട് എന്ന്. ആ പേഷ്യന്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാനായി റോസ് സീനിയർ ഡോക്ടറിന്റെ അടുത്തേക്ക് ചെല്ലും. സീനിയർ ഡോക്ടർ ആ പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് റോസിന് കൊടുത്ത ശേഷം പറയും, റോസ്, നീ വളരെയധികം ഓവർ ടൈം ആണ് ഡ്യൂട്ടി ചെയ്യുന്നത്. വല്ലപ്പോഴും നിന്റെ ഹെൽത്തിനെങ്കിലും ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്ന് പറയും. എനിക്കതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞ ശേഷം അവൾ ആ പേഷ്യന്റെ റിപ്പോർട്ട് വായിച്ചു നോക്കുമ്പോഴാണ് പേഷ്യന്റ് വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണെന്ന് അറിയുന്നത്. തന്നെ കൊല്ലാനായി തനിക്ക് ചുറ്റും കുറെ പ്രേതങ്ങളുണ്ടെന്നും അവർ തന്നെ ആക്രമിക്കുമെന്നും കരുതി അവളുടെ മാനസിക നില ആകെപ്പാടെ തെറ്റിയിരിക്കുകയാണ്. റോസ് ആ പെൺകുട്ടിയെ അടുത്ത് വിളിച്ചിരുത്തിയ ശേഷം അവളുടെ പ്രശ്നങ്ങൾ ചോദിക്കുമ്പോഴാണ് അവൾ പറയുന്നത്, എനിക്ക് പ്രേതങ്ങളെ കാണാൻ പറ്റും, പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾക്കൊരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല എന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് ചുറ്റും അവരുണ്ട് എന്ന് പറഞ്ഞ് പെട്ടെന്ന് അവൾ അപ്സെറ്റ് ആവാനായി തുടങ്ങും. എന്നിട്ട് അവൾ എന്തോ കണ്ട് ഭയപ്പെട്ട് താഴേക്ക് വീഴും. അത് അവൾക്ക് മാത്രമേ കാണാൻ കഴിയുന്നുണ്ടായിരുന്നുള്ളൂ. ഇത് കണ്ട് ഡോക്ടർ ആകെപ്പാടെ പേടിച്ച് ഡോക്ടറും തിരിഞ്ഞു നോക്കുമെങ്കിലും തന്റെ പുറകിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. തന്റെ പേഷ്യന്റിന്റെ ഭ്രാന്ത് കൂടിയെന്ന് മനസ്സിലാക്കിയ ഡോക്ടർ ഹെൽപ്പിനായി ഉടനെ അറ്റൻഡേഴ്സിനെ ഫോണിൽ വിളിക്കും. എന്നാൽ പെട്ടെന്ന് അവിടെ നിശബ്ദമാകുമ്പോൾ ഡോക്ടർ ഫോൺ വിളിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ തന്റെ പേഷ്യന്റിനെ അവിടെ കാണില്ല. എന്നാൽ അതുവരെ ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ടിരുന്ന ആ പേഷ്യന്റ് റൂമിന്റെ സൈഡിൽ ഡോക്ടറിനെ നോക്കി ഒരു വല്ലാത്ത ചിരിയോട് കൂടി നിൽക്കുകയാണ്. എന്നിട്ട് ഒരു പൊട്ടിയ ഗ്ലാസിന്റെ കഷ്ണമെടുത്ത് അവൾ സ്വന്തമായി അവളുടെ തന്നെ കഴുത്തറുത്ത് ഡോക്ടറിന്റെ മുന്നിൽ കിടന്ന് മരിക്കുകയാണ്. അങ്ങനെ തന്റെ പേഷ്യന്റ് തന്റെ കൺമുന്നിൽ കിടന്ന് ആത്മഹത്യ ചെയ്യുന്നത് കാണുന്ന ഡോക്ടർ ആകെപ്പാടെ തകർന്നു പോകും. അതിനുശേഷം ഈ സൂസൈഡിനെ പറ്റി അന്വേഷിക്കാനായി 2 പോലീസുകാർ ഡോക്ടറിനെ ക്വസ്റ്റ്യൻ ചെയ്യാനായി വരും. അതിലൊരാൾ ഡോക്ടറിന്റെ എക്സ് ബോയ് ഫ്രണ്ട് ആയിരുന്നു. ഡോക്ടർ അവരോട് പറയും, ആ പെൺകുട്ടി മരിക്കുന്നതിന് മുൻപ് അവൾക്ക് എന്തോ ഒരു ശാപമുണ്ട്. അവൾ ആരോ ഒരാൾ അവളുടെ മുന്നിൽ വന്ന് ചിരിച്ചുകൊണ്ട് മരിക്കുന്നത് കണ്ടു. അതുകൊണ്ട് അവൾക്ക് മരിച്ചേ പറ്റുള്ളൂ എന്നും പറഞ്ഞാണ് അവൾ തന്റെ മുന്നിൽ കിടന്ന് സൂസൈഡ് ചെയ്തതെന്ന് അവരോട് പറയും. പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകുന്ന ആ പെൺകുട്ടിയുടെ ബോഡിയിലും ബ്ലഡ് കൊണ്ട് ചിരിക്കുന്ന ഒരു മാർക്ക് കാണാമായിരുന്നു. എന്നാൽ അന്ന് ഹോസ്പിറ്റൽ കഴിഞ്ഞു മടങ്ങി വീട്ടിലെത്തിയ ഡോക്ടറിനെ ആ പെൺകുട്ടിയുടെ മരണം ഹോണ്ട് ചെയ്തുകൊണ്ടേയിരുന്നു. സ്വന്തം പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത് പോലും അവർ മറന്നുപോയി. എന്നാൽ തന്റെ ഡ്രസ്സിൽ ആ പെൺകുട്ടിയുടെ ബ്ലഡ് സ്റ്റെയിൻ ഉണ്ടെന്ന് മനസ്സിലാക്കിയ ഡോക്ടർ ഉടനെ അപ്സെറ്റായി ആ ഡ്രസ്സ് മാറിയ ശേഷം പോയി ഫ്രഷ് ആകും. പക്ഷേ എന്ത് ചെയ്തിട്ടും അവരുടെ മനസ്സിൽ നിന്ന് ആ പെൺകുട്ടിയുടെ മുഖവും അവൾ തന്റെ മുന്നിൽ നിന്ന് മരിച്ച കാര്യവും പോകുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് അവൾ ശ്രദ്ധിക്കുന്നത് തൻ്റെ മുറിയുടെ സൈഡിൽ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുവെന്ന്. അവൾ അങ്ങോട്ടേക്ക് തുറിച്ചു നോക്കുമ്പോഴാണ് തൻ്റെ മുന്നിൽ കിടന്ന് മരിച്ച ആ പെൺകുട്ടി അവിടെ നിൽക്കുന്നത് അവൾ കാണുന്നത്. പേടിച്ചു പോയ അവളുടെ കയ്യിലിരുന്ന ഗ്ലാസ് തറയിലേക്ക് വീഴുമ്പോഴാണ് അവളുടെ ബോയ് ഫ്രണ്ട് അങ്ങോട്ടേക്ക് വരുന്നത്. നിനക്ക് എന്ത് പറ്റി, നീ ആകെപ്പാടെ അപ്സെറ്റ് ആണല്ലോ എന്ന് ചോദിക്കുമ്പോഴാണ്, ഇന്ന് ഹോസ്പിറ്റലിൽ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി, എൻ്റെ ഒരു പേഷ്യൻറ്റ് എൻ്റെ മുന്നിൽ കിടന്ന് സൂസൈഡ് ചെയ്തു എന്ന് പറയും. ഡോക്ടറിൻ്റെ മൈൻഡൊന്ന് ഫ്രീ ആവാനായി അവൻ ഡോക്ടറിനെയും കൂട്ടി ഡോക്ടറിന്റെ ചേച്ചിയുടെയും ഹസ്ബൻഡിന്റെയും അടുത്ത് കൊണ്ടുചെല്ലും. ചേച്ചി ഡോക്ടറിനോട് പറയും, അടുത്ത സൺഡേ എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ്, നീ തീർച്ചയായും വരണമെന്ന്. എന്നാൽ ഹോസ്പിറ്റലിൽ പോകണം, അതുകൊണ്ട് എനിക്ക് വരാൻ കഴിയില്ല എന്ന് അവൾ പറയും. ചേച്ചി ചോദിക്കും, അതിന് നീ ആ ഹോസ്പിറ്റലിൽ ഫ്രീ ആയിട്ടല്ലേ വർക്ക് ചെയ്യുന്നത്? നമ്മുടെ 2 പേരുടെയും അമ്മയ്ക്കും ഭ്രാന്തായിരുന്നല്ലോ. അവർ സൂസൈഡ് ചെയ്ത വിഷമത്തിലല്ലേ നീ ഇപ്പോഴും ആ ഹോസ്പിറ്റലിൽ ഫ്രീ ആയി ജോലി ചെയ്യുന്നത്? നീ എന്തായാലും സൺഡേ വരണമെന്ന് അവളോട് പറയും. റെസ്റ്റോറൻറ്റിൽ നിന്ന് തിരികെ വീട്ടിലെത്തിയ ശേഷവും ഡോക്ടറിന് മനസ്സമാധാനം കിട്ടിയില്ല. തന്റെ മുന്നിൽ കിടന്ന് മരിച്ച ആ പെൺകുട്ടിയുടെ മുഖമായിരുന്നു അവരുടെ ഉള്ളിൽ. അടുത്ത ദിവസം രാവിലെ ഹോസ്പിറ്റലിൽ ഡോക്ടർ എത്തിയെങ്കിലും ആ പെൺകുട്ടിയെ ഓർത്തുള്ള വിഷമമായിരുന്നു അവരുടെ ഉള്ളിൽ. അപ്പോഴേക്കും റോസിനെ കാണാനായി അവളുടെ എക്സ് ബോയ് ഫ്രണ്ടും ആ കേസ് അന്വേഷിക്കുന്ന പോലീസുകാരനും കൂടിയായ ജോയൽ അങ്ങോട്ടേക്ക് വന്ന് പറയും, നീ ഓക്കെ അല്ലേ എന്ന്. എന്നാൽ റോസ് അവനോട് പറയും, നിനക്ക് കേസിന്റെ കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോ, അല്ലാതെ ഞാൻ ഓക്കെ ആണോ അല്ലയോ എന്ന് അറിയാനായി നീ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങണ്ട എന്ന് പറയും. റോസ് അതിനുശേഷം ആ മരിച്ചുപോയ പെൺകുട്ടിയെക്കുറിച്ചുള്ള റിപ്പോർട്ട്സ് വായിച്ചു നോക്കുമ്പോഴാണ് അറിയുന്നത് അവൾക്കിങ്ങനെ ഭ്രാന്ത് വരാൻ കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അവളുടെ പ്രൊഫസർ അവളുടെ മുന്നിൽ കിടന്ന് മരിക്കുകയുണ്ടായി. മരിക്കാൻ സമയം ആ പ്രൊഫസർ അവളെ നോക്കി ചിരിച്ചിരുന്നു എന്ന്. ഇത് വായിച്ച് അപ്സെറ്റ് ആവുന്ന ഡോക്ടർ പുറത്തെ വിൻഡോയിലൂടെ താഴേക്ക് നോക്കുമ്പോഴാണ് ആ മരിച്ചുപോയ പെൺകുട്ടിയെ പോലെ ആരോ ഒരാൾ ദൂരെ നിന്ന് തന്നെ നോക്കുന്നത് കാണുന്നത്. എന്നാൽ അതിനുശേഷം ഡോക്ടർ തന്റെ ഒരു പേഷ്യന്റിനെ നോക്കാനായി അയാളുടെ വാർഡിലേക്ക് ചെല്ലുമ്പോഴാണ് അയാൾ പതിവിൽ നിന്ന് വിപരീതമായി തന്നെ നോക്കി ചിരിച്ചുകൊണ്ട് ആക്രമിക്കാനായി വരുന്നത്. ഭാഗ്യത്തിന് ഹെൽപ്പേഴ്സ് ഓടി വന്ന് ആ ഭ്രാന്തന്റെ കയ്യിൽ നിന്നും ഡോക്ടറിനെ രക്ഷിക്കും. എന്നാൽ അതിനുശേഷം ഹെഡ് ഡോക്ടർ റോസിനെ വിളിച്ച ശേഷം പറയും, നീ ഇന്ന് ആ വയലന്റായ പേഷ്യന്റിന് കൊടുത്ത മെഡിസിൻ ഓവർഡോസ് ആയിരുന്നു. റോസ്, ആ പെൺകുട്ടിയുടെ ഇൻസിഡന്റിന് ശേഷം നീ ആകെപ്പാടെ അപ്സെറ്റ് ആണ്, നിനക്കൊരു വെക്കേഷൻ വേണം, തൽക്കാലത്തേക്ക് നീ ലീവ് എടുത്തോളാൻ പറയും. റോസിനും നന്നായി അറിയാമായിരുന്നു ആ പെൺകുട്ടിയുടെ മരണം തന്നെ നന്നായി ബാധിച്ചിട്ടുണ്ട് എന്ന്. അങ്ങനെ ഇതിൽ നിന്നൊക്കെ ഒന്ന് ഫ്രീ ആകണമെന്ന് കരുതിയ റോസ് തന്റെ സിസ്റ്ററിന്റെ മകന്റെ ബർത്ത്ഡേ ഫംഗ്ഷന് ഗിഫ്റ്റ് വാങ്ങാനായി ഷോപ്പിലേക്ക് വരും. അങ്ങനെ ഒരു ഗിഫ്റ്റ് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന ശേഷം അവൾ തന്നെ അത് പാക്ക് ചെയ്യും. പക്ഷേ അവൾക്ക് എന്ത് ചെയ്തിട്ടും മനസ്സമാധാനം കിട്ടിയില്ല. ആ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുമ്പോഴെല്ലാം തന്റെ മുന്നിൽ സൂസൈഡ് ചെയ്ത ആ പെൺകുട്ടിയുടെ ഓർമ്മകളായിരുന്നു അവളുടെ ഉള്ളിൽ. എന്നാൽ അപ്പോഴാണ് അവളുടെ വീട്ടിന്റെ ലോക്ക് ആരോ ഓപ്പൺ ആക്കി എന്നുള്ള മെസ്സേജ് അവളുടെ ഫോണിൽ വരുന്നത്.
ആരോ ഒരാൾ തൻ്റെ വീടിനുള്ളിൽ കയറിയെന്ന് അവൾക്ക് മനസ്സിലാകും. ഉടനെ തന്നെ സെക്യൂരിറ്റി ടീം അവളെ കോൾ ചെയ്ത ശേഷം പറയും, മേഡം ഉടനെ തന്നെ ഞങ്ങൾ പോലീസിനെ അയക്കുന്നുണ്ട് എന്ന്. ഉടനെ തന്നെ സെക്യൂരിറ്റി ടീമും പോലീസുകാരും അങ്ങോട്ടേക്ക് എത്തി വീടെല്ലാം ചെക്ക് ചെയ്യുമെങ്കിലും വീടിനുള്ളിൽ ആരും കാണില്ല. അപ്പോഴേക്കും അവളുടെ ബോയ് ഫ്രണ്ടും അങ്ങോട്ടേക്ക് വരും. എന്താണ് സംഭവിച്ചതെന്ന് ബോയ് ഫ്രണ്ട് ചോദിക്കുമ്പോൾ അവൾ പറയും, ചിലപ്പോൾ ഞാൻ അറിയാതെ ലോക്ക് ചെയ്യാൻ മറന്നുപോയതായിരിക്കാം എന്ന് പറയും. എന്നിട്ട് അവൾ തൻ്റെ പൂച്ചയ്ക്ക് ആഹാരം കൊടുക്കാനായി വരുമെങ്കിലും അവിടെ എല്ലാം നോക്കുമെങ്കിലും അവളുടെ പൂച്ചയെ കാണില്ല. തൻ്റെ പ്രിയപ്പെട്ട പൂച്ചയെ കാണാതിരുന്നതിൽ റോസിന് വളരെയധികം വിഷമമുണ്ടായിരുന്നു. അതിനുശേഷം റോസ് തൻ്റെ ഭ്രാന്തിയായ സൂസൈഡ് ചെയ്ത അമ്മയെക്കുറിച്ചുള്ള സ്വപ്നം കണ്ട് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുകയാണ്. ഞെട്ടി ഉണർന്ന റോസിന്റെ മനസ്സിനുള്ളിൽ മുഴുവൻ തൻ്റെ മുന്നിൽ വെച്ച് സൂസൈഡ് ചെയ്ത ആ പെൺകുട്ടിയുടെ ഓർമ്മകളാണ്. അവൾ ഉടനെ തന്നെ ലാസ്റ്റായി ആ പെൺകുട്ടിയുടെ വോയിസ് റെക്കോർഡ് ചെയ്ത റെക്കോർഡ് തൻ്റെ ലാപ്പിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ആ പെൺകുട്ടിയുടെ പ്രേതം അങ്ങോട്ടേക്ക് വന്ന് റോസിനെ പേടിപ്പിക്കും. എന്നെ വിളിച്ചുകൊണ്ട് കിച്ചണിൽ ഇരുന്നത് കത്തിയെടുത്ത് റോസ് പേടിച്ചിരിക്കുമ്പോഴേക്കും അവളുടെ കാമുകൻ അങ്ങോട്ടേക്ക് ചെല്ലും. അവൾ പറയും, ഞാനൊരു സ്വപ്നം കണ്ട് പേടിച്ചതാണ് എന്ന്. ആ പെൺകുട്ടിയുടെ മരണം തന്നെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ റോസ് തൻ്റെ സീനിയർ കൂടിയായ ഒരു സൈക്കാട്രിക് ഡോക്ടറിനെ പോയി കണ്ട് കാര്യങ്ങളെല്ലാം പറയും. ഡോക്ടർ കൂടിയായ റോസിന് തന്നെ അറിയാമായിരുന്നു തൻ്റെ കണ്ടീഷൻ വളരെയധികം വേഴ്സ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്ന്. പെൺകുട്ടിയുടെ മരണത്തിന് ശേഷം ഉറക്കമില്ലാതിരുന്ന റോസ് ബർത്ത്ഡേ ഫംഗ്ഷന് പോകാനായി തൻ്റെ കണ്ണിൻ്റെ താഴെയുള്ള ഡാർക്ക് സർക്കിൾസ് എല്ലാം മേക്കപ്പ് ചെയ്ത ശേഷം ഫംഗ്ഷനിലേക്ക് ചെല്ലും. എന്നാൽ റോസ് ഫംഗ്ഷന് വന്നതുകൊണ്ട് തന്നെ അവളുടെ ചേച്ചിക്ക് വളരെയധികം സന്തോഷമാകും. ഫംഗ്ഷനിലുള്ള എല്ലാവരും ഹാപ്പിയായിരുന്നുവെങ്കിലും റോസിന് മാത്രം അതൊന്നും എൻജോയ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ആ പെൺകുട്ടിയുടെ മരണം അത്രയധികം അവളെ ബാധിച്ചിരുന്നു. കൂടാതെ കഴിഞ്ഞ രാത്രി കണ്ട ആ പെൺകുട്ടിയുടെ രൂപവും. കേക്ക് കട്ട് ചെയ്ത ശേഷം ആ കുഞ്ഞ് തനിക്ക് കിട്ടിയ ബർത്ത്ഡേ ഗിഫ്റ്റ് എല്ലാം ഓപ്പണാക്കി നോക്കുകയാണ്. അങ്ങനെ അവസാനം റോസ് തനിക്കായി തന്ന ഗിഫ്റ്റും അവൻ ഓപ്പണാക്കി നോക്കുന്നത് കണ്ട് ആ കുഞ്ഞ് ആകപ്പാടെ പേടിച്ച് ഞെട്ടിത്തരിച്ചിരിക്കും. എന്നിട്ട് അവൻ ആ ഗിഫ്റ്റ് ഓപ്പണാക്കി നോക്കുമ്പോഴാണ് അത് റോസിന്റെ മിസ്സിംഗ് ആയ പൂച്ചയായിരുന്നു അതിനുള്ളിൽ ഉണ്ടായിരുന്നു. എന്നാൽ തൻ്റെ പ്രിയപ്പെട്ട പൂച്ചയെ കാണുന്ന റോസ് ആകപ്പാടെ തകർന്ന് ഓടി വന്ന് ആ പൂച്ചയെ തൻ്റെ നെഞ്ചത്തോട് ചേർത്ത് വയ്ക്കും. എന്നിട്ട് അവൾ അവിടെയുള്ള ആളുകളോട് പറയും, ഞാനല്ല ഇതിനെ കൊന്നതെന്ന് പറയും. അവൾ ചുറ്റുമുള്ളവരെ നോക്കി പൊട്ടിക്കരയുമ്പോഴാണ് അന്ന് ആ ഹോസ്പിറ്റലിൽ വെച്ച് മരിച്ച ആ പെൺകുട്ടി അവിടെ ഇരുന്ന് അവളെ നോക്കി ചിരിക്കുന്നത് കാണുന്നത്. ഇത് കണ്ട് പേടിച്ച് അവൾ തെറിച്ച് ബാക്കിലേക്ക് വീഴും. അല്ല, അവൾക്ക് മാത്രമേ ആ പ്രേതത്തിനെ കാണാൻ കഴിഞ്ഞുള്ളൂ. ചുറ്റുമുള്ളവർക്കൊന്നും ഒന്നും തന്നെ മനസ്സിലാകാതെ പേടിച്ച് നിൽക്കുകയാണ് ചെയ്തത്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കിയ ശേഷവും റോസിന് ആ പേടി മാറിയില്ല. അപ്പോഴാണ് പുറത്ത് അവളുടെ ചേച്ചി ഗിഫ്റ്റായി ആ ചത്ത പൂച്ചയെ കൊണ്ടുവന്നതിന് തൻ്റെ ബോയ് ഫ്രണ്ടിനെ വഴക്ക് പറയുന്നത് അവൾ കാണുന്നത്. എന്നാൽ ഹോസ്പിറ്റലിൽ നിന്ന് തിരികെ വരുന്ന വഴിക്ക് റോസ് തൻ്റെ ബോയ് ഫ്രണ്ടിനോട് പറയും, ഞാൻ പറയുന്നതെങ്കിലും നീ കേൾക്കണം, ഞാനല്ല ഒരിക്കലും നമ്മുടെ പൂച്ചയെ കൊന്നത്. എനിക്ക് ചുറ്റും എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് എനിക്കറിയില്ല. അന്ന് ഹോസ്പിറ്റലിൽ വെച്ച മരിച്ച പെൺകുട്ടിയുടെ പ്രേതത്തെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. നീയെങ്കിലും അത് മനസ്സിലാക്കണമെന്ന് പറയും. എന്നാൽ അവളുടെ ബോയ് ഫ്രണ്ടിന് അവൾ എന്താണ് പറയുന്നതെന്ന് പോലും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ ബോയ് ഫ്രണ്ട് പോലും തന്നെ മനസ്സിലാക്കുന്നില്ല എന്നോർത്ത് അവൾ ആകെപ്പാടെ സങ്കടത്തിലാകും. അതിനുശേഷം വീണ്ടും ആ പെൺകുട്ടിയുടെ റിപ്പോർട്ട്സ് എടുത്ത് വായിച്ചു നോക്കുമ്പോഴാണ് പെൺകുട്ടിക്ക് ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു എന്നും അയാൾ മരിക്കുന്നതിന് തൊട്ട് മുൻപ് ഈ പെൺകുട്ടിയുടെ മുന്നിൽ വന്ന് ചിരിച്ചിട്ട് പോയി എന്നും അതിനുശേഷം അയാൾ മരണപ്പെട്ട ശേഷമാണ് ഈ പെൺകുട്ടിക്കും ഇതുപോലെ മാനസിക രോഗം വന്നതെന്നും അവൾക്ക് മനസ്സിലാകും. അപ്പോഴേക്കും അടുക്കളയിൽ നിന്ന് ഒരു പെൺകുട്ടിയുടെ രൂപം റോസിൻ്റെ അടുത്തേക്ക് പതിയെ നടന്നു വരും. റോസ് ആകപ്പാടെ പേടിച്ച് വിറയ്ക്കും. പക്ഷേ ആ രൂപം റോസിൻ്റെ അടുത്ത് വന്നുവെങ്കിലും അവളെ ഒന്നും ചെയ്യില്ല. അടുത്ത ദിവസം രാവിലെ തന്നെ ഡോക്ടർ ആ സൂസൈഡ് ചെയ്ത പെൺകുട്ടിയുടെ പ്രൊഫസറായ കൊല്ലപ്പെട്ട ഗബ്രിയലിൻ്റെ വീട്ടിലേക്ക് പോയി അയാൾ മരണപ്പെട്ടതിനെപ്പറ്റി അയാളുടെ വൈഫിനോട് അന്വേഷിക്കും. ഗബ്രിയലിൻ്റെ വൈഫ് ഡോക്ടറിനോട് പറയും, എൻ്റെ ഹസ്ബൻഡ് വളരെയധികം ഹാപ്പി ആയിരുന്നു. അദ്ദേഹം മരിക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ലേഡി മരിക്കുന്നത് അദ്ദേഹം കണ്ടു. അതിനുശേഷം പുള്ളി ആകപ്പാടെ മെൻ്റലി അപ്സെറ്റ് ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണത്തിനും ഈ ഇൻസിഡൻറ്റും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അറിയില്ല എന്ന് ഡോക്ടറിനോട് പറയും. എന്നാൽ അപ്പോൾ ഡോക്ടർ പറയും, നിങ്ങളുടെ ഹസ്ബൻഡ് കണ്ടതുപോലെ ഞാനും ഒരു മരണം മുന്നിൽ കണ്ടു. അതേ അവസ്ഥയിലാണ് ഞാനും ഉള്ളത്. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ഇതിനെന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ സ്ത്രീ അവിടെ നിന്ന് ഡോക്ടറിനെ അടിച്ചിറക്കി വിടും. ഡോക്ടറിനപ്പോൾ കാര്യങ്ങളെല്ലാം കുറച്ചുകൂടി ക്ലിയർ ആവും. താനും ഒരു മരണം കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ താനും ഈ ലൂപ്പിൽപ്പെട്ടു. അടുത്തത് മരിക്കാൻ പോകുന്നത് താനാണെന്ന് ഡോക്ടറിന് മനസ്സിലാക്കും. ഡോക്ടർ അങ്ങനെ ഒരു വഴിയുമില്ലാതെ തൻ്റെ എക്സ് ബോയ് ഫ്രണ്ടും പോലീസുകാരനുമായ ജോയലിൻ്റെ വീട്ടിലേക്ക് ചെന്ന ശേഷം കാര്യങ്ങളെല്ലാം ജോയലിനോട് പറയും. ജോയൽ അങ്ങനെ ആ മരിച്ചുപോയ പ്രൊഫസർ അയാൾ മരണപ്പെടുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കണ്ട ആ മരണത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പോഴാണ് അതൊരു ലേഡി ആയിരുന്നു എന്ന് അറിയുന്നതും ആ ലേഡി മരിക്കുന്നതിന് മുൻപ് മറ്റൊരാൾ മരിക്കുന്നത് അവർ കണ്ടിരുന്നു എന്നും മനസ്സിലാക്കുന്നത്. പക്ഷേ ആ ലേഡി മരിക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പെട്രോൾ പമ്പിൽ നിൽക്കുകയായിരുന്ന ആ ലേഡിയുടെ അടുത്തേക്ക് വന്ന് ഒരാൾ സ്വന്തം ദേഹത്തേക്ക് കത്തി ഉപയോഗിച്ച് കുത്തിയ ശേഷം ചിരിച്ചുകൊണ്ട് മരിക്കുന്നത് കണ്ട ശേഷമാണ് ആ ലേഡി മരിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാകും. കൂടിയാകുമ്പോൾ ഡോക്ടറിന് കൃത്യമായി മനസ്സിലാകും ഈ മരണങ്ങൾ കാണുന്ന എല്ലാവരും കുറച്ചധികം ദിവസങ്ങൾക്കുള്ളിൽ മരിക്കുമെന്ന്. ഡോക്ടർ ഈ തെളിവെല്ലാം എടുത്തുകൊണ്ട് കാര്യങ്ങൾ തൻ്റെ ബോയ് ഫ്രണ്ടിനെ പറഞ്ഞ് മനസ്സിലാക്കാനായി ചെല്ലുമ്പോൾ തൻ്റെ ബോയ് ഫ്രണ്ട് താൻ മുൻപ് പോയി കണ്ട സൈക്യാട്രിസ്റ്റിനെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. അവൾ പറയുന്നതൊന്നും അവൻ കൂട്ടാക്കാൻ തയ്യാറാവാതെ റോസിന് ഭ്രാന്താണെന്നാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി നീ ഞാൻ പറയുന്നതൊന്നും കേൾക്കണ്ട എന്നും പറഞ്ഞ് അവനോട് ബ്രേക്കപ്പും പറഞ്ഞ് അവൾ നേരെ വരുന്നത് തൻ്റെ സിസ്റ്ററിനെ കാണാനാണ്. സിസ്റ്ററിനോട് ഈ കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ നോക്കുമെങ്കിലും സിസ്റ്ററും പറയും, നിനക്കെന്തോ മാനസിക പ്രശ്നമുണ്ട്. അമ്മയ്ക്ക് മുൻപ് വട്ടുവന്നതുപോലെ നിനക്കും വട്ടുവന്നിരിക്കുകയാണ്. നീ മര്യാദയ്ക്ക് എവിടെയെങ്കിലും പോയി ചികിത്സിക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞ് അവളെ ആക്ഷേപിച്ച് അവിടെ നിന്ന് പറഞ്ഞയക്കും.
തന്നെ ആരും മനസ്സിലാക്കാനില്ല എന്ന് കരുതി അവിടെ നിന്ന് പോകാനായി ഒരുങ്ങുമ്പോഴാണ് ഡോക്ടറിന്റെ സിസ്റ്റർ അങ്ങോട്ടേക്ക് വരുന്നത്. പെട്ടെന്ന് അവളുടെ തല വല്ലാത്തൊരു രൂപത്തിലേക്കായി പ്രേതമായി മാറും. ഇത് കണ്ട് പാവം ഡോക്ടർ പേടിച്ച് അവിടെ നിന്ന് കാറും എടുത്ത് സ്ട്രീറ്റിലേക്ക് വരും. പിന്നെ ഈ ലൂപ്പിൽ നിന്ന് രക്ഷിക്കാൻ ആരുമില്ല എന്നും പറഞ്ഞ് വിഷമിച്ചിരിക്കുമ്പോഴാണ് അവളുടെ എക്സ് കാമുകൻ വിളിച്ചിട്ട് പറയും, ഇതുപോലെ ഈ മരണ ലൂപ്പിൽ നിന്നും രക്ഷപ്പെട്ട ഒരാളുണ്ട്. പക്ഷേ അയാൾ ഇപ്പോൾ ബോസ്റ്റണിലെ ഒരു ജയിലിലാണുള്ളത്. ഒരു കൊലപാതക കേസിൽ അയാൾ അറസ്റ്റിലായിരിക്കുകയാണ്. നമുക്ക് അയാളെ പോയി കാണുകയാണെങ്കിൽ ഈ സൊല്യൂഷൻ അറിയാൻ കഴിയുമെന്നും പറഞ്ഞ് അവർ രണ്ടുപേരും അയാളെ കാണാനായി പോകും. ഡോക്ടർ അയാളോട് പറയും, എനിക്കൊരു സീക്രട്ടായ കാര്യം നിങ്ങളുടെ അടുത്ത് ചോദിക്കണം. അയാൾ മരിക്കുന്നത് നിങ്ങൾ നേരിട്ട് കണ്ടിരുന്നു, പക്ഷേ അത് കണ്ടപ്പോൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും മരിച്ചു. നിങ്ങൾ മാത്രം എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. നമുക്ക് പകരമായി നമ്മൾ മറ്റൊരാളെ കൊന്നാൽ രക്ഷപ്പെടാൻ കഴിയുമെന്ന് പറയും. എന്നാൽ പുറത്തിറങ്ങിയ റോസിനോട് അയാൾ എന്താണ് പറഞ്ഞതെന്ന് ജോയൽ ചോദിക്കുമെങ്കിലും റോസ് അവനോട് ഒന്നും തന്നെ പറയില്ല. അങ്ങനെ അവിടെ നിന്ന് വിഷമിച്ച് വീട്ടിലെത്തുന്ന ഡോക്ടറിന്റെ അടുത്തേക്ക് അവൾ മുൻപ് പോയി കണ്ട അവളുടെ സൈക്കാട്രിക് ഡോക്ടർ അവളെ കാണാനായി വീട്ടിലേക്ക് വരും. അങ്ങനെ അവർ രണ്ടുപേരും കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് റോസിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. എന്നാൽ ആ ഫോൺ കോൾ ചെയ്ത് അവളോട് സംസാരിക്കുന്നത് തൻ്റെ മുന്നിലിരിക്കുന്ന ഡോക്ടറാണെന്ന് അറിയുമ്പോൾ അവൾക്ക് വല്ലാത്തൊരു ഭയം തോന്നും. റോസിന്റെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു പ്രേതമായിരുന്നു. എന്നാൽ റോസ് ആ പ്രേതത്തിന്റെ കയ്യിൽ അകപ്പെടുമെങ്കിലും എന്തോ ഒരു കാരണം കൊണ്ട് റോസിനെ അത് കൊല്ലാതെ വിടും. റോസ് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ട് തൻ്റെ കാറും എടുത്ത് അവിടെ നിന്ന് പോകും. അവൾ അവിടെ നിന്ന് നേരെ വരുന്നത് തൻ്റെ കുട്ടിക്കാലത്ത് താനും ചേച്ചിയും അമ്മയും താമസിച്ചിരുന്ന വീട്ടിലേക്കാണ്. വീടാകെ തകർന്ന അവസ്ഥയിലാണ്, ചുറ്റും കാടും. താൻ മരിക്കുകയാണെങ്കിൽ തന്നെ കാരണം ഈ ശാപം ഇനി അടുത്ത ഒരാൾക്ക് വരരുത് എന്ന് കരുതി തൻ്റെ മരണത്തിനായാണ് അവൾ ഈ വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ അവൾ ഒടുവിൽ അവളുടെ അമ്മ താമസിച്ചിരുന്ന മുറിയുടെ അടുത്തേക്ക് ചെല്ലും. അങ്ങനെ ആ മുറിയിലെത്തുമ്പോഴാണ് വർഷങ്ങൾക്ക് മുൻപ് ഭ്രാന്ത് വന്ന് മരിച്ച അവളുടെ അമ്മയെ അവൾ അവിടെ ഇരിക്കുന്നത് കാണുന്നത്. അമ്മയെ കണ്ട് അവൾ ഞെട്ടും. അപ്പോഴാണ് അവളുടെ അമ്മ അവളോട് ചോദിക്കുന്നത്, നിന്നെ കാരണമാണ് ഞാൻ മരിക്കേണ്ടി വന്നത്. കാരണം എനിക്ക് അസുഖം മൂത്ത് ഞാൻ മരിക്കാനായി ടാബ്ലറ്റ് കഴിച്ച ശേഷം നിന്നോട് ഡോക്ടറിനെ വിളിക്കാൻ പറഞ്ഞപ്പോൾ നീ ഓടിപ്പോവുകയാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് ഞാൻ മരിച്ചതെന്ന് അമ്മ അവളോട് പറയും. എന്നാൽ റോസ് അപ്പോൾ പറയും, ഞാൻ അമ്മയെ മരിക്കാൻ വേണ്ടി വിട്ടുകൊടുത്തതല്ല. എനിക്കന്ന് പ്രായം 5 വയസ്സായിരുന്നു. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു എന്ന് പറഞ്ഞ് അവൾ കരയും. ദേഷ്യം വന്ന റോസിന്റെ അമ്മ പൂർണ്ണമായും ഒരു പ്രേതമായി മാറിയ ശേഷം റോസിനെ കൊല്ലാനായി ഒരുങ്ങി. എന്നെപ്പോലെ നീയും ഇവിടെ കിടന്ന് മരിക്കണമെന്ന് പറയും. എന്നാൽ അപ്പോഴേക്കും റോസിന്റെ കയ്യിലുണ്ടായിരുന്ന ആ വിളക്ക് താഴെ വീണ് അവിടെയെല്ലാം തീ പിടിക്കും. ആ തീ ആ പ്രേതത്തിന്റെ ദേഹത്തേക്കും പടർന്നു പിടിക്കും. ഒടുവിൽ റോസ് എങ്ങനെയെങ്കിലും ആ പൂട്ടിയിട്ട വാതിൽ തുറക്കാനായി നോക്കും. ഒടുവിൽ അവൾ അത് തുറന്ന് അവിടെ നിന്ന് രക്ഷപ്പെടും. അങ്ങനെ അവൾ ഒടുവിൽ ആ മരണ ലൂപ്പിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുകയാണ്. ആ വീട് പൂർണ്ണമായും തീയിൽ വെന്തുരുക്കും. എന്നിട്ട് അവൾ അവിടെ നിന്ന് നേരെ പോയത് തൻ്റെ എക്സ് ബോയ് ഫ്രണ്ടായ ആ പോലീസുകാരൻ്റെ വീട്ടിലേക്കാണ്. അവിടെ എത്തിയ ശേഷം തൻ്റെ കൂടെ ഈ ഡിഫിക്കൽട്ട് ടൈമിലും കൂടെ നിന്നതിനും തനിക്ക് ഇപ്പോഴും നിന്നെ ഇഷ്ടമാണ് എന്നും അവനോട് പറയും. എന്നാൽ പെട്ടെന്ന് അവൻ്റെ രൂപഭാവമെല്ലാം മാറി വല്ലാതെ ചിരിക്കാൻ തുടങ്ങും. യഥാർത്ഥത്തിൽ റോസ് ഒരിക്കലും അവൻ്റെ വീട്ടിലേക്ക് വന്നതല്ല. അവൾ ഇപ്പോഴും അവൾ ചൈൽഡ്ഹുഡിൽ താമസിച്ചിരുന്ന ആ വീട്ടിനുള്ളിലായിരുന്നു. അവളുടെ തോന്നലായിരുന്നു അവൾ ബോയ് ഫ്രണ്ടിൻ്റെ അടുത്ത് വന്നു എന്ന്. എന്നാൽ അപ്പോഴേക്കും അവളുടെ അമ്മ പ്രേതമായി വന്ന് അവളുടെ ദേഹത്തേക്ക് കയറും. ഇതേ സമയം തന്നെ അവളുടെ എക്സ് ബോയ് ഫ്രണ്ടും അങ്ങോട്ടേക്ക് വരും. അവൻ അവിടെ എത്തി അവളെയെല്ലാം സെർച്ച് ചെയ്യുമെങ്കിലും അവളെ അവിടെ എങ്ങും കാണില്ല. എന്നാൽ പെട്ടെന്നാണ് അവൾ അവിടെ സൈഡിൽ നിൽക്കുന്നത് അവൻ കാണുന്നത്. അവൾ പയ്യെ അവനെ നോക്കി നേരത്തെ ഹോസ്പിറ്റലിൽ വെച്ച് മരിച്ച ആ പെൺകുട്ടിയെ പോലെ ചിരിക്കുകയും അവൻ്റെ മുന്നിൽ വെച്ച് തന്നെ സ്വന്തം ശരീരത്തിൽ തീയിട്ട് അവൾ മരിക്കുകയും ചെയ്യും. അങ്ങനെ അവളിൽ നിന്നും ആ ശാപം അവനിലേക്ക് വരികയാണ്. ഈ ഒരു സീനോട് കൂടി ഈ സിനിമയുടെ അവസാനിക്കുകയാണ്. കഥ ഇഷ്ടമായെങ്കിൽ എൻ്റെ എല്ലാ കൂട്ടുകാരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം.